നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരിഫ് മുഹമ്മദ് ഖാനോടുണ്ടായിരുന്ന കൊലവിളിയൊന്നും ആർലേക്കറോട് പിണറായി വിജയൻ ഇല്ല. താണു വീണ് കേണ് വണങ്ങിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ പിണറായി വിജയൻ നിൽക്കുന്നത്. അതായത് ഇരട്ടച്ചങ്കൻ ഒന്ന് ഒതുങ്ങിയെന്ന്. അതോ ഇനി ആർലേക്കറെ ഭയന്ന് ഒതുങ്ങിയതാണോ എന്നുള്ള പരിഹാസങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. നമുക്കറിയാം, മുൻപ് ആരിഫ് മുഹമ്മദ് ഖാനെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി പല വഴികളാണ് CPM പ്രയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നയ പ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കടന്നാക്രമിക്കുന്ന പലതും എഴുതി ചേർത്തുകൊണ്ട് അത് ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു നീക്കം പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ആർലേക്കർ വരുമ്പോൾ കേന്ദ്രത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പിണറായിസത്തിന് ജയ് വിളിക്കുന്നവരെല്ലാവരും തന്നെ കാത്തിരുന്നതും ആർലേക്കറെ കൊണ്ട് പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ കടുത്ത വാക്കുകൾ വായിപ്പിക്കും എന്നതായിരുന്നു. പക്ഷേ ഫാൻസുകാർ നിരാശരായി. ആർലേക്കറെ പിണക്കുന്നത് നല്ലതിനല്ല എന്ന് പിണറായിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രത്തെ ഒന്ന് തൊട്ട് തലോടിയുള്ള നയപ്രഖ്യാപനമായിരുന്നു കേരള സർക്കാരിൻ്റെത്. ആ നയപ്രഖ്യാപനം ആർലേക്കർ വായിക്കുകയും ചെയ്തു. എന്തായാലും പിണറായി സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള പരിഹാസം ഇപ്പോൾ ഉയരുകയാണ്. ശത്രുപക്ഷം ചോദിക്കുന്നത് ആർലേക്കർക്ക് മുന്നിൽ പിണറായി പൂച്ചക്കുട്ടിയായോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ഫാൻസുകാർ ആകെ നിരാശരാണ്. സൈബർ ഇടത്തിൽ അവരുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കാനുമില്ല. അഥവാ കേന്ദ്രത്തിനെതിരെ ആർലേക്കറെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ സൈബർ ഇടം കത്തിക്കാൻ കാത്തുനിന്ന സൈബർ കമ്മികൾക്ക് അടപടലം നിരാശ. പുതിയ ഗവർണർ ആർലേക്കറിനെ പ്രകോപിപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറല്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് മാത്രമല്ല, വളരെ സൗഹൃദത്തോടു കൂടിയായിരുന്നു പിണറായി വിജയൻ ആർലേക്കറോട് സംസാരിക്കുകയും കൈപിടിക്കുകയും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അങ്ങ് ഭയഭക്തി ബഹുമാനത്തോടെ ആർലേക്കർക്ക് മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയനെയാണ് കാണാനാകുന്നത്. ഫാൻസിന് പിന്നെ കരയാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പുതിയ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാത്ത നയപ്രഖ്യാപനമാണ് സർക്കാർ തയ്യാറാക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാമ്പത്തിക മേഖലയിലെ കേന്ദ്ര നയങ്ങൾ കേരളത്തിന് വെല്ലുവിളിയാണെന്ന പരാമർശം നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. ഇത് മാത്രമാണ് ഒരു കടുത്ത ഭാഷയായി നയപ്രഖ്യാപനത്തിൽ ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ. പരോക്ഷമായല്ലാതെ കടന്നാക്രമിക്കുന്ന തരത്തിൽ കേന്ദ്രത്തെ നയപ്രഖ്യാപനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നില്ല. നിയമസഭയിലെത്തിയ ഗവർണറെ ഏറെ സന്തോഷത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. ഏറെ നേരം സ്വീകരണം നീളുകയും ചെയ്തു. അതായത് ആർലേക്കറുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നീക്കം പിണറായി വിജയൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. പിണറായി വിജയൻ ആർലേക്കറിന്റെ കാല് നക്കുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതായത് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ 185 കോടിയുടെ അഴിമതി, അതിന്റെ തെളിവുകൾ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വിധി വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ആർലേക്കറെ പിണക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം. അതാണ് ഇപ്പോൾ മയപ്പെടാൻ കാരണവും. അങ്ങനെ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനും മോദിക്കും ആർലേക്കറിനും മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടിരിക്കുന്നത്. നവകേരള സൃഷ്ടിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആവർത്തിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അറിവടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ, നിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇത്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുമെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും ആർലേക്കർ നയപ്രഖ്യാപനം വായിച്ചത്. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നതായിട്ടുള്ള വലിയ പരാമർശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആർലേക്കർക്ക് സുഗമമായി തന്നെ നയപ്രഖ്യാപനം വായിക്കാൻ കഴിഞ്ഞു. ഒരു വേള പോലും ഒന്ന് നെറ്റി ചുളിക്കേണ്ടി വന്നില്ല. എല്ലാം പിണറായി വിജയൻ കണ്ടറിഞ്ഞങ്ങ് ചെയ്തു എന്നാണ് ഇപ്പോൾ വലിയ രീതിയിൽ ട്രോള് വരുന്നത്. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്.
അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്നും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും 64,006 അതിദരിദ്രരെ കണ്ടെത്തിയെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങിയെന്നും ഗവർണർ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്നും വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണെന്നും ഗവർണർ ആർലേക്കർ വായിച്ചു. ഇന്റർനെറ്റ് സാർവത്രികമാക്കിയതു മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലാണ്. കേന്ദ്രവുമായി ചേർന്ന് ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മികവ് കാണിക്കുന്നുണ്ട്. സമീപകാലത്ത് നിരവധി ദുരന്തങ്ങൾ നേരിട്ടത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തവും ഉണ്ടായി. വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വയനാട് ടൗൺഷിപ്പ് 1 വർഷത്തിനകം നടപ്പാക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന് കേന്ദ്ര സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നും ഗവർണർ വായിച്ചു. സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ചുവെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. GST നഷ്ടപരിഹാരം ഇല്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും പ്രതിസന്ധിയാണെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിച്ചു. ഇത് കേന്ദ്രത്തിനുള്ള കൊട്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് നയപ്രഖ്യാപനം തയ്യാറാക്കിയത് എന്നതും ശ്രദ്ധേയം. GST വിഹിതം കുറഞ്ഞത് ധനകാര്യ കമ്മീഷനെ പരാതി അറിയിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്നുണ്ടെന്ന് പറഞ്ഞത് കേന്ദ്രത്തിനുള്ള പരോക്ഷ വിമർശനം ആണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിനൊപ്പമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാമർശവും ഉണ്ടായത്. ഇത്തരത്തിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്രത്തെ അടിച്ചുകൊണ്ട് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അത് പരോക്ഷമായിട്ടാണ്, അല്ലാതെ നേരിട്ട് കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നില്ല. ഇത് മാത്രമല്ല, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രം മതിയായ സാമ്പത്തിക സഹായം കേരളത്തിന് നൽകിയില്ല. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചതുമില്ല. അതിനെതിരെ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇവിടെ സർക്കാരും CPM-ഉം എല്ലാം. വലിയ യുദ്ധമാണ് അതിന്റെ പേരിൽ കേന്ദ്രത്തോട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേക്കുറിച്ചുള്ള ഒരു വരി പോലും നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇതിന്റെ പേരിൽ പിണറായി സർക്കാർ ഉണ്ടാക്കിയത്. പക്ഷേ ആർലേക്കർ വന്നതോടെ മുട്ടുകുത്തിയിരിക്കുകയാണ് അടപടലം പിണറായി വിജയൻ എന്ന്. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഇതാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ്. വെറുതെ ഫാൻസിന്റെ കയ്യടി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇപ്പൊ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷേ അവിടെ ചെന്ന് പകുതിയാകുമ്പോൾ എന്നാൽ ഇപ്പൊ വേണ്ട എന്നുള്ള ജഗതി നയമാണ് പിണറായിക്കുള്ളത്. ശരിക്കും ഒരു കോമഡി പാത്രമായിട്ട് പിണറായി വിജയൻ മാറുകയാണിപ്പോൾ. മകളുടെ കേസ് അങ്ങ് കേന്ദ്രത്തിന്റെ കക്ഷത്തിരിക്കുന്നത് കൊണ്ട് പിണറായിക്ക് കൂടുതൽ കയറി കളിക്കാനും കഴിയില്ല. എന്തായാലും ആർലേക്കറെ പിണക്കാതെ എങ്ങനെയെങ്കിലും ഒപ്പം കൂട്ടാനാണ് ഇപ്പോൾ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. മുൻപ് എന്തായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിയും യുദ്ധവുമായിരുന്നില്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്? ഇത് മാത്രമല്ല, കേന്ദ്രത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് നയപ്രഖ്യാപനം തയ്യാറാക്കിയിട്ടുണ്ട് പിണറായി സർക്കാർ. അന്ന് അത് വായിക്കാതെ ആരിഫ് ഖാൻ പകുതി വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആർലേക്കറിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അടപടലം അങ്ങ് തൊഴുതിരിക്കുകയാണ് പിണറായി വിജയൻ. ഞാൻ ഒന്നിനുമില്ലേ എന്ന് പറഞ്ഞ് ഓടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കുറിക്കുകൊള്ളുന്ന വാക്കുകൾ എഴുതി ചേർക്കുമായിരുന്നു. അത് ആർലേക്കറെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു നീക്കമെങ്കിലും പിണറായി നടത്തിയേനെ. പക്ഷേ അടപടലം പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഇനി ഒരക്ഷരം പിണറായി വിജയൻ പറയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.